എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസത്തിൽ ജന്മനക്ഷത്ര ദോഷങ്ങൾ അനുഭവപ്പെടുന്ന ചില നക്ഷത്രക്കാരുണ്ട്. പൊതുവേ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുകയും പൂജകൾക്കും വഴിപാടുകൾക്കും പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു മാസമാണല്ലോ. ഈ കർക്കിടക മാസത്തിൽ ദോഷഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന പ്രധാന നക്ഷത്രങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ ദോഷം അനുഭവപ്പെടുന്ന നക്ഷത്രക്കാരെ ഇവരാണ്. ജ്യോതിഷ വിധി പ്രകാരം കർക്കിടക മാസത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന രാശിയും ഓരോ വ്യക്തിയുടെ ജന്മനക്ഷത്രവും തമ്മിലുള്ള നോക്കിയാണ് ദോഷങ്ങൾ കണക്കാക്കുന്നത്. പൊതുവെ താഴെ പറയുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഈ മാസത്തിൽ കൂടുതലായും ശ്രദ്ധ ചെലുത്തണം. അതുപോലെ തന്നെ ജാഗ്രതയും അത്യാവശ്യമാണ്. ആ നക്ഷത്രങ്ങൾ ഇതാണ്: തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം. അങ്ങനെ ദോഷം അനുഭവിക്കുന്ന നക്ഷത്രക്കാർക്ക് പരിഹാരങ്ങളുണ്ട്. പരിഹാരങ്ങൾ ഞാൻ താഴെ പറയുന്ന രീതിയിലാണ്. 1. മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും പൂജയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ രാമായണ പാരായണം നടത്തുക. അതൊക്കെ സർവ്വദോഷങ്ങൾക്കും പരിഹാരമാണ്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെ ഭജിച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ശിവപൂജ ചെയ്യുക. തിരുവാതിര, പുണർതം, പൂയം, ആയില്യം നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തി പിൻവിളക്ക്, കൂവിളമാല ചാർത്തി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ നല്ലതാണ്. അതുപോലെ ആയില്യം നക്ഷത്രക്കാരാണെങ്കിൽ നാഗപൂജ നടത്താം. സർപ്പക്കാവ് വിളിച്ചെന്ന് നൂറും പാലും കൊടുക്കുന്നത്, അതുപോലെ തന്നെ നാഗരാജാവിനെ പൂജിക്കുന്നതൊക്കെ നല്ല ഉത്തമമാണ്. മകം, പൂരം എന്നീ നക്ഷത്രക്കാർക്കാണെങ്കിൽ ദേവീ പൂജ ദുർഗാക്ഷേത്രങ്ങളിലോ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നല്ലതാണ് കുങ്കുമാർച്ചന ചെയ്യുക, പുഷ്പാഞ്ജലി എന്നിവ കഴിപ്പിക്കുക. പിന്നെ കർക്കിടക മാസത്തിൽ അർഹരായവർക്ക് അന്നദാനവും വസ്ത്രദാനവും ഒക്കെ നടത്തുന്നത് ഏറ്റവും ദോഷത്തിന്, അത്രയും കാഠിന്യ ദോഷത്തിനെ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നമ്മൾ ശ്രദ്ധ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ദോഷങ്ങളെ കുറച്ചൊന്ന് ലഘൂകരിക്കാൻ പറ്റും.